ആദിലയുടെ ക്യാപ്റ്റൻസിയിൽ ആരും പരാതി പറയില്ല എന്നുള്ള ധൈര്യത്തിലായിരുന്നു ആദില കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. ആദില പലപ്പോഴായി അനുമോളോടും നൂറയോടുമെല്ലാം പറയാറുണ്ടായിരുന്നു, എൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ആരും ഇതുവരെ ഉറങ്ങാതിരുന്നത്. പട്ടി കുരയ്ക്കാത്ത ഒരു ആഴ്ച എന്ന് പറയുന്നത് എൻ്റെ ക്യാപ്റ്റൻസിയിൽ തന്നെയാണ്. പിന്നെ എല്ലായിടത്തും ഞാൻ ഓടിച്ചെന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും വലിയ പരാതികളുണ്ടാകില്ല എന്നുള്ള ധൈര്യമായിരുന്നു ആദിലയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ലാലേട്ടൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ പല ആളുകൾക്കും ആദിലയുടെ ക്യാപ്റ്റൻസി വളരെ നിരാശ തന്നെയായിരുന്നു. അനീഷും നെവിനും തമ്മിലുണ്ടായിരുന്ന ഇഷ്യൂവിൽ അനീഷിനെ മെരുക്കാനായി ആദില പല വഴിയും എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ചീത്ത പറയുന്ന ആദില അന്നത്തെ ദിവസം വളരെ ക്ഷമയോടുകൂടി അനീഷ് പറയുന്ന ഓരോ വാക്കിനും അനീഷിന്റെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ആദില മേക്കപ്പ് റൂമിൽ ചെന്നതിന് ശേഷം അനുമോളോടും നൂറയോടും പറഞ്ഞു, അനീഷേട്ടനെ മെരുക്കാൻ എനിക്ക് നന്നായി അറിയാം. അയാളോട് നന്നായി നിന്നാൽ അയാൾ നല്ല രീതിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരും. അയാളോട് ഇടഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ അയാൾ ഇടയാൻ നിൽക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ആ വായിൽ നിന്ന് മുത്തു പൊഴിയുന്ന പോലെ നല്ല വാക്കുകൾ വരും. ഇല്ലെങ്കിൽ പിടിച്ച് എണ്ണം എന്നുള്ള തരത്തിലായിരുന്നു ആദില സംസാരിച്ചു കൊണ്ടിരുന്നത്. ആദില ക്യാപ്റ്റനായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും നമ്മൾക്ക് ഒരു മീറ്റിംഗ് വെക്കണം, എന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം എന്നൊക്കെ. എന്നാൽ അത് ഇതുവരെ നടത്താൻ ആദിലക്ക് കഴിഞ്ഞിട്ടില്ല. ആകെ ഒരു ദിവസം ലക്ഷ്മിയുടെ ജീവിതകഥ മാത്രം കേൾക്കുവാനുള്ള ഒരു അവസരം മാത്രമായിരുന്നു ആദിലക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇന്ന് പ്രമോയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, സമയം കിട്ടാഞ്ഞിട്ടാണ് ലാലേട്ട എന്ന്. എന്തായാലും ആദിലയുടെ ക്യാപ്റ്റൻസിയിൽ മറ്റുള്ളവർക്ക് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.